ബേബി ജീൻ, സുരാജ്, ജഗദീഷ് ഏട്ടൻ, വിനയ് ഫോർട്ട്, അവരിലൊരാളുടെ ക്യാരക്ടർ എൻ്റെ ഒരു എൻട്രി ഉണ്ട്. അവിടെ തൊട്ട് പടം ടേക്ക് ഓഫ് ചെയ്യും. പിന്നെ ആ ഗ്രാഫ് താഴത്തേക്ക് വരില്ല. അതൊക്കെ തുടക്കത്തിൽ തോന്നാ ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. അതൊരു സോ കോൾഡ് OTT ബ്ലോക്ക് ബസ്റ്ററാണ് ഭരതനാട്യം. 9 ദിവസം കൊണ്ട് 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇവർ സ്റ്റാറ്റിസ്റ്റിക്സ് അയച്ചു തരും. ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ പോണ കാണാം. ദൃശ്യം 3 മെയ് 21 മാറി. ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന മൂവിയായിരുന്നു. പലരും പറയുന്നുണ്ടായിരിക്കും അല്ലേ? എന്റെ ദൈവമേ, കൂടോത്ര അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഭരതനാട്യം വിജയിപ്പിച്ചേനെ. ഇത് ട്രെയിലർ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും പറഞ്ഞായിരുന്നു ഇത് ദൃശ്യത്തിന്റെ സ്പൂഫാണോ എന്ന്. ഇറ്റ്സ് നോട്ട് എ സ്പൂഫ്. നമ്മുടെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് കഥയാണ്. ലിൻഡോന്റെ ട്രെയിലർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമേനെ. ഇപ്പോൾ കുറേ ആളുകളിലോട്ട് എത്തി എന്നുള്ളതും കുറേ ആളുകൾ അറ്റൻഷൻ നമുക്കിപ്പോൾ ഇതിൽ കിട്ടിയതിൽ വലിയൊരു പാർട്ട് ചെയ്തിട്ടുള്ളത് ലിൻഡോന്റെ ട്രെയിലറാണ്. ഇതൊരു സിമ്പിളാണ് ഫാമിലി. അർപ്പുതം. നമസ്കാരം, വെള്ളിത്തിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹിനിയാട്ടം മൂവിത്തെ ടീമാണ്. അതായത് ഹീറോ ആയിട്ടും, ഹീറോ മാത്രമല്ല കേട്ടോ, പ്രൊവിൻസ് കൂടിയായ സൈൻജു കുറുപ്പ്, പിന്നെ പ്രൊഡ്യൂസർ സാധാരണയായിട്ടുള്ള തോമസ് തിരുവല്ല, പിന്നെ ഡയറക്ടർ കൃഷ്ണദാസ്, പിന്നെ നമ്മുടെ സ്വന്തം ചേച്ചി. ബാക്കിയൊന്നും സ്വന്തം തന്നെയാണ്. എന്തായാലും ചേച്ചിയുടെ പറ്റി പറഞ്ഞ പകരം പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ശാന്തി നിലയത്തിൽ ഇപ്പോഴും കാര്യമൊത്ത ശാന്തമല്ല എന്നുള്ള രീതിയിൽ എന്താ പറയാത്ത ക്രിയേറ്റർ പറയട്ടെ. ശാന്തി നിലയത്ത് മാറി, ഇപ്പൊ സൗഭാഗ്യയിലാണ് നിൽക്കുന്നത്. എന്താണ് അവർക്ക് കിട്ടിയ ഭാഗ്യം എന്നുള്ളത് നോക്കാം. അവിടെ എന്തായാലും അത്ര ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല. അല്ല, കണ്ടപ്പോ ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായി അത്ര ശാന്തമല്ല കാര്യങ്ങളും മനസ്സിലായി. അതെ, അവർക്ക് ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങളൊക്കെ ഇച്ചിരി കൂടി വലുതാണ്, ഇച്ചിരി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നോക്കാം. ആദ്യ ചിത്രം ഭരതനാട്യം, അതില് ഭരതത്തായരുടെ നാട്യങ്ങളായിരുന്നു. ഇത് മോഹിനിയാട്ടം എന്ന് പറയുമ്പോ ചക്കിനുള്ളിൽ മോഹിനിയാണോ എന്നാണ് ചോദിക്കുന്നത്. മോഹിനിയുടെ ആട്ടമാണ്. മോഹിനി ആരാണെന്നുള്ളതാണ്, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങുന്നത്. ഇപ്രാവശ്യം കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല നമ്മൾ ടേക്ക് ഓഫ് ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 30 മിനിറ്റ് 35 മിനിറ്റിലൊക്കെയാണ് ടേക്ക് ഓഫ് ആകുന്നതെന്ന് പറഞ്ഞു. സായി ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടന്ന് അദ്ദേഹത്തിന് വേറൊരു ഫാമിലി ഉണ്ടെന്ന് പറയുമ്പോഴാണ് ടേക്ക് ഓഫ് ആകുന്നത് സിനിമ. ശരിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇവനോട് ആദ്യം പറഞ്ഞാൽ ഒരു 15 തൊട്ട് 20 മിനിറ്റിലെങ്കിലും നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണം, ആ രീതി പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവൻ 5-ാമത്തെ മിനിറ്റിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ചു. നമ്മുടെ സിനിമയിലെ ഒരു പുതിയ കഥാപാത്രം ബേബി ജീൻ, സുരാജ്, ജഗദീഷ് ഏട്ടൻ, വിനയ് ഫോർട്ട്, അങ്ങനെ പുതിയ എൻട്രീസ് ഉണ്ട്. അപ്പോൾ അവരിലൊരാളുടെ ക്യാരക്ടർ എൻ്റെ ഒരു എൻട്രി ഉണ്ട്. അവിടെ തൊട്ട് പടം ടേക്ക് ഓഫ് ചെയ്യും. പിന്നെ ആ ഗ്രാഫ് താഴത്തേക്ക് വരില്ല. നമുക്ക് ഈ ആമസോണിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ റവന്യൂ ഷെയറിങ് ആയിരുന്നു നമ്മൾ ഭരതനാട്യം കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് റെക്കോർഡായിരുന്ന ആ സമയത്ത് 9 ദിവസം കൊണ്ട് 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് നമുക്ക് കിട്ടി. അടുത്തൊരു 11 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ടോട്ടൽ 20 ഡേയ്സ് സ്ട്രീമിങ്ങിൽ നമ്മൾ 100 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് അടിച്ചു. സോ അതൊരു സോ കോൾഡ് OTT ബ്ലോക്ക് ബസ്റ്ററാണ് ഭരതനാട്യം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇവർ സ്റ്റാറ്റിസ്റ്റിക്സ് അയച്ചു തരും, ആൾക്കാർ കണ്ടതിൻ്റെ, ഇന്ത്യയിലെയും UK ലെയും US ലെയും. ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ പോണ കാണാം. അപ്പോൾ നമുക്ക് ഭയങ്കര കുളിർമ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ട്, പിന്നെ ഞങ്ങൾ ദാസനൊക്കെ ഉള്ള ഗ്രൂപ്പിൽ എൻ്റെ സ്ക്രീൻഷോട്ട്, മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് ഞങ്ങളെല്ലാവർക്കും ഭയങ്കര സന്തോഷം നൽകിയൊരു സാധനമായിരുന്നു. ഈ സിനിമയുടെ കഥ പുരോഗമിക്കുന്നത് അങ്ങനെയാണ്. ഈ ഗ്രാഫാണ് ഇങ്ങനെ ക്ലൈമാക്സിൽ എത്തിക്കും. അതിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് ലാഗായെന്നോ അല്ലെങ്കിൽ എന്താണ് കുറച്ചൊന്ന് താഴെ പോയെന്നോ ഗ്രാഫ് താഴത്ത് പോയിട്ട് പിന്നെ ഇങ്ങനെ കയറിയെന്നോ അങ്ങനെ തോന്നില്ല. കറക്റ്റ് അളവിൽ നിങ്ങളെ ഇരുത്തി നിങ്ങളുടെ ഐസ് വിൽ ബി ബ്ലൂഡ് ടുവേർഡ്സ് ദ സ്ക്രീൻ. അത് നമുക്ക് 100% ഉറപ്പാണ്. സോ വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ മൂവി. ഇനി റെസ്റ്റ് എല്ലാം ഓഡിയൻസിൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൃശ്യം 3 മൂവിന്റെ റിലീസ് തിയേറ്ററിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ മോഹിനിയാട്ടം മൂവി അതൊരു ടെൻഷൻ ഉണ്ടാക്കുമല്ലോ ആസ് എ പ്രൊഡ്യൂസേഴ്സ് തോമസ് സാറിൻ്റെ അടുത്ത്? ദൃശ്യം 3യുടെ ടൈം വരുന്നില്ല, കാരണം ദൃശ്യം 3 മാറ്റി വെച്ചു. ദൃശ്യം 3 മെയ് 21 മാറി. നമ്മളിപ്പം ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന മൂവിയായിരുന്നു. പക്ഷെങ്കിൽ അത് എന്തോ കാരണവശാൽ അത് മാറി. ഇപ്പം നമ്മൾ സിംഗിൾ റിലീസാണ്
10-ാം തീയതി വിഷു റിലീസ് മോഹിനിയാട്ടം മാത്രമാണ് ഇന്നിപ്പം കേരളത്തിലെ തിയേറ്ററുകളിലുള്ളത്. മലയാളം സിനിമകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ മലയാള സിനിമ. അങ്ങനെ ഒരു മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ കളിയൊക്കെ ചോദിക്കും കൂടോത്ര വെച്ചിട്ട് അല്ല, കൂടോത്രമൊന്നും അല്ല, ഇത് നമ്മൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ആ ആത്മീയമായിട്ടൊക്കെയുള്ള തുടങ്ങുന്ന ഒരു സിനിമ ആയതുകൊണ്ട് വിഷു അല്ലേ, ദൈവത്തിന്റെ അപ്പം കളി അത് തന്നെ ദൈവത്തിന്റെ ഒരു കൂടോത്രം കളിയായിട്ട് അറിയാമെങ്കിൽ ഞങ്ങൾ ഭരതനാട്യം ജയിപ്പിച്ചേ. അല്ല ഭരതനാട്യത്തിൽ അറിയാത്ത കാര്യം അല്ല, പക്ഷെ വേറൊരു കാര്യം ഇപ്പം താങ്കൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ടായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും പറയും. എന്റെ ദൈവമേ. അല്ല നമ്മുടെ സ്വാഭാവികമായിട്ട് അതിലേക്ക് കൊനഷ്ടല്ല നമ്മൾ ആദ്യം അല്ല, ആക്ച്വലി നമുക്ക് ഇപ്പൊ ഈ വിഷു അല്ലെങ്കിൽ വിഷുവിന്റെ കണ്ടിന്യൂഷനിൽ വരുന്ന സിനിമകളുണ്ടല്ലോ, അതില് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ബാക്കിയെല്ലാം വേറെ വേറെ ജോണേഴ്സ് ആണ്. ആക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ, അങ്ങനത്തെ സിനിമകളാണല്ലോ വരുന്നത്. നിങ്ങൾ ഏത് സിനിമ എടുത്താൽ ഇപ്പം ആട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ വാഴ, പിന്നെ ഞങ്ങളാണ് കുറച്ച് ഹ്യൂമർ സിനിമകൾ ആ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ നടക്കുന്നത്. ബാക്കി എല്ലാവരും വേറെ ജോണേഴ്സ്. അതുകൊണ്ട് അത്രയും ഭയങ്കര നമ്മൾ ടെൻഷനൊന്നും ആയിരുന്നില്ല. ബട്ട് എല്ലാ സിനിമകളും ഓടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം വാഴ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളാണ്. കാരണം ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുന്നുണ്ടല്ലോ. ആ ഒരു ഫ്ലോ നല്ലപോലെ വരുന്ന സമയത്താണ് നമ്മളും വരുന്നത്. സോ അതൊരു എന്ന് വെച്ച് ഞങ്ങൾ മറ്റേ സ്പിൽ ഓവർ ഇപ്പം ഇല്ല. കാരണം എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലെ, ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെ ക്യൂവിൽ നിന്നുള്ള പരിപാടി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്പിൽ ഓവർ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഓഡിയൻസിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഹാബിറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആട് വന്നു, അതിനുശേഷം വാഴ 2 വന്നു. അപ്പോൾ ആ ഒരു ശീലത്തിലേക്ക് വന്ന ആൾക്കാർ. സോ ആ സമയത്താണ്. പിന്നെ പ്രത്യേകിച്ച് വിഷുവും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു സിനിമ കാണാൻ എല്ലാ മലയാളി ഫാമിലീസും വിചാരിക്കും. സോ അതാണ് നമ്മളത് ആദ്യമേ തീരുമാനിച്ചിരുന്നത്. അതിന്റെ എഴുത്ത് നടക്കുന്ന ടൈമിൽ വിചാരിച്ചിരുന്നു ഒരു ഫെസ്റ്റിവൽ സീസണിൽ തന്നെ വേണം, ഓഡിയൻസ് തിയേറ്ററിലോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ പടം അവിടെ വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫെസ്റ്റിവൽ സീസൺ കിടച്ചത്. കാരണം കഴിഞ്ഞ തവണ ഭരതനാട്യം വരുന്ന സമയത്ത് ആർക്കും സിനിമ കാണാൻ അത്ര താല്പര്യമുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ സിനിമ റിലീസായത്. അപ്പോൾ അത് കൂടി ഒരു കാരണമായിരിക്കാം തിയേറ്ററിൽ വർക്കാതെ പോയത്. അപ്പം നമ്മളത് എഴുതുമ്പോൾ തീരുമാനിച്ചിട്ട് അടുത്ത തവണ നമുക്ക് കൂടെ വലിയ സിനിമകളുണ്ടായാലും കുഴപ്പമില്ല. കാരണം എല്ലാവരും അറ്റൻഷൻ അങ്ങോട്ടുള്ള സമയത്ത് നമ്മുടെ പടം അവിടെ ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് മതി. ഇപ്പൊ അതോടെ ജോർജ് ഷിഫ്റ്റിന്റെ കാര്യം ചോദിക്കുന്നത് വെച്ചാൽ ആദ്യം ഫിലിം എന്ന് പറയുമ്പോൾ ഫാമിലി എന്റർടൈനിങ് ആയിട്ടുള്ളൊരു കാര്യം, അവിടുന്ന് നേരെ ഇതേന്ന് വന്നേക്കുന്നു ഡാർക്ക് ഹ്യൂമറിലേക്ക്. അതെന്താണ് ഈ ജോർജ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ സാധാ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സെയിം ഒരു ഇത് പിടിക്കാനാണല്ലോ മാക്സിമം എല്ലാ ആൾക്കാരും നോക്കുന്നത്. അത് അങ്ങനെ ഒരു ചേഞ്ചിനെ പറ്റി ചിന്തിച്ചത്. അല്ല, അത് വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് OTT സക്സസ് കിട്ടി. അപ്പോൾ നമ്മൾ അത് തിരിച്ചൊരു സീക്വലായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതേ നമ്പറായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും കണ്ണി പൊടിയിടാന്നുള്ളത് വിചാരിക്കും ആൾക്കാർ. നമ്മൾ പണിയെടുത്തുന്ന ആൾക്കാർക്കും തോന്നണമല്ലോ. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ എനിക്കും സ്വാഭാവികമായിട്ടൊരു ഒരേപോലെ തന്നെ വീണ്ടും ബാക്ക് ടു ബാക്ക് ചെയ്താലും അതൊരു ബോറടിയാണ്. പിന്നെ ഈ ഫാമിലി എന്തായാലും ഇപ്പോൾ ഒരുപാട് പേര് കണ്ടു. ഇവർ വേറൊരു ക്രൈസിസിൽ, ഇതിനേക്കാൾ വലിയൊരു ക്രൈസിസിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ ചെയ്യുന്നതെന്ന് അവർക്ക് കാണാനൊരു ആകാംക്ഷ ഉണ്ടാവും, എനിക്കത് എഴുതാനൊരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെയൊക്കെയൊന്നും ജോണലിസ്റ്റ് മാറിയത്. ശ്രീശേഷോട് ചോദിക്കാന്നുണ്ടെങ്കിൽ സെയിം കാസ്റ്റിംഗ് ഒക്കെ തന്നെയാണല്ലോ ഇവിടേക്കും വരുന്നത്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയാണോ ഫീൽ ചെയ്ത്? ലൊക്കേഷൻ എങ്ങനെയുണ്ട്? അതെ, അതേപോലെ തന്നെയാണ്. ഭരതനാട്യം സെറ്റും ഒരു നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ആരും അങ്ങനെ ഒരു വേറൊരു ഞാൻ പ്രൊഡ്യൂസറാണ്, ഞാൻ ഡയറക്ടറാണെന്നുള്ള ഇതൊന്നുമില്ല. എല്ലാവരും ഒരു ബ്രദർ സിസ്റ്റർ അഫെക്ഷൻ ആയിരുന്നു എല്ലാവരും തമ്മിലും. ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, കലാരഞ്ജി ചേച്ചി, പിന്നെ ദിവ്യ, ശ്രുതി, ആ രണ്ട് മക്കളായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾ, എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ വട്ടപ്പൊടി ഇരുന്നിട്ട് പാട്ട് പാടലും തമാശ പറയലൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു. അവരുടെ നാട്ടിൽ തന്നെ സെറ്റ് അതേപോലെ തന്നെയാണ് മോഹിനിയാട്ടം. ഒന്നുകൂടെ കൂടുതലും പുതിയ ഐ മീൻ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ വന്നപ്പോ ഒന്നുകൂടെ കുറച്ചുകൂടെ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഈ പറയുന്ന പോലെ സുരാജാർമോട് ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ വിനയ് ഫോണിന്റെ ഒക്കെ കണ്ടിട്ട് ഇവരുടെ ഒക്കെ അലിഞ്ഞാട്ടമാണെങ്കിൽ മോഹിനിയാട്ടത്തിൽ വരാൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് പ്ലേസ് ചെയ്തതാണോ ഇങ്ങനെയൊക്കെ തന്നെ? ഇങ്ങനെ അതായത് സുരാജേട്ടൻ കുറച്ചധികം സീൻസ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ഇത് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. പിന്നെ ബേബി ജീൻ്റെ കണ്ടപ്പോൾ പിന്നെ കൺഫ്യൂഷൻ, ഈ ബേബി ജീനാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് ഈ രീതിയിൽ? അല്ല, എല്ലാവരും ഈക്വലി കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും ഈക്വലി. ഇപ്പം നമ്മുടെ ഫാമിലി ഭരതനാട്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ഫാമിലിയാണ്. അവർ എവിടെ നിന്നാണെന്ന് വീട്ടില്ല, പുതിയ ആൾക്കാർ വരുന്നുണ്ട്.
പക്ഷെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആ ക്യാരക്ടേഴ്സ് വേണ്ടി ഡിമാൻഡ് ചെയ്തത്. നമ്മളൊരിക്കലും ഇനി വേറെ ഇപ്പൊ സ്റ്റാറുകളെ കൊണ്ടുവരണമെന്നോ അങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണം എന്നുള്ള നിർബന്ധം കൊണ്ട് ആഡ് ചെയ്തിട്ടുള്ളതല്ല അതൊന്നും. വേറെ നാട്ടിലെത്തി വേറെ കഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലോട്ടേക്ക് ക്യാരക്ടേഴ്സ് കയറുന്നു. അപ്പൊ അതിലോട്ടേക്ക് ചേരുന്ന ആളുകൾ എന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് നമ്മൾ വിനയേട്ടനിലോട്ടും ചിരാചാരനിലോട്ടും ബേബിയിലോട്ടും ഒക്കെ പോയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ ചെയ്താൽ അതിന് ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് തോന്നിയിരുന്നു. അങ്ങനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയ്ക്ക് വീണ്ടും ചേട്ടനോടൊക്കെ ചോദിക്കാൻ ഫസ്റ്റ് ചേട്ടൻ്റെ ഇടയ്ക്ക് തന്നെ ഫസ്റ്റ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഭരതനാട്യം. അതിൽ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വലിയൊരു റെസ്പോൺസ് ഒക്കെ കിട്ടാറ് OTT ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ആസ് എ പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു? അതായത് ഭരതനാട്യം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൃഷ്ണദാസും ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്കിതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ദാസിനോട് ഞാനൊരു അഭിപ്രായം ചോദിച്ചു. അപ്പം ദാസൻ പറഞ്ഞു നമുക്കത് വേണോ എന്ന്. ഞാൻ പറഞ്ഞു ചിന്തിച്ച് നോക്ക്, നീ ചിന്തിച്ച് നോക്കിയാൽ നമുക്കത് വർക്കൗട്ട് ആകുകയാണെങ്കിൽ ചെയ്താൽ മതിയല്ലോ, നമുക്ക് നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ദാസിന് അതൊരു പ്ലോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസകരമായിട്ട് അത് എലമെൻറ്റ്സ് എല്ലാം കൂടെ വന്നപ്പം നന്നായിട്ട് അപ്പം നമുക്കിങ്ങനെ ചിന്തിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഭയങ്കര രസകരമായി. അത് പിന്നെ ഞാൻ സൈജുവായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ സൈജുവും പറഞ്ഞു നമുക്കതൊന്ന് ചിന്തിക്കാം. കാരണം എന്തായാലും ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടതാണ് ഈ ഫാമിലിയെ, നമുക്കിത് വെച്ച് മുമ്പോട്ടൊന്ന് പോയി നോക്കാം. അത് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ രസകരമായി വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഡയറക്ടർ മലയാള സിനിമയ്ക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ആളാണെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. കാരണം യാതൊരു സംശയവുമില്ല. കാരണം നല്ല ടാലൻറ്റഡായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു എഴുത്തുകാരനും നല്ല ഒരു സംവിധായകനുമാണ്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. എൻ്റെ കാഴ്ചപ്പാട്, കാരണം ഇതിൻ്റെ 9ാമത്തെ സിനിമയാണ്. ഞാൻ പലരുടെയും സിനിമ ചെയ്തു. ആദ്യത്തെ സിനിമ ബ്ലസ്സിയുടെ കൂടെ ആയിരുന്നു, പിന്നെ ലാൽ ജോസിൻ്റെ കൂടെ ചെയ്തു. ഇങ്ങനെ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കൃഷ്ണദാസ് എന്ന് പറയുന്ന ഡയറക്ടർ മലയാള സിനിമയ്ക്ക് അത്യാവശ്യമുള്ള ഒരു വ്യക്തിത്വമാണ്, ഒരു കലാകാരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ഈ മോഹിനിയാട്ടം കാണുമ്പോൾ ഭരതനാട്യത്തിൽ കുറച്ച് പേർക്കെങ്കിലും അതൊരു ചെറിയ സിനിമയായിരുന്നു എന്നുള്ളൊരു ധാരണയുണ്ട്. കാരണം ഞങ്ങൾ ഒത്തിരി കോസ്റ്റ് മുടക്കിയുള്ള സിനിമയല്ലായിരുന്നു. പക്ഷേ മോഹിനിയാട്ടത്തിൽ കാണുമ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാവും. കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ഡയറക്ടർ മലയാള സിനിമയ്ക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്, വേണ്ടിയ ആൾ തന്നെയാണ്. അത് ഓൾറെഡി ഭരതനാട്യത്തിൽ തന്നെ പ്രൂവ് ചെയ്തതാണ് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷെ ഫസ്റ്റ് ഒരു സിനിമ ഷോർട്ട് ഫിലിമും മിനി സീരീസും ഒക്കെ ചെയ്ത് വന്നിട്ട് ഫസ്റ്റ് ഒരു ഫിലിം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പ്രൂവ് ചെയ്യാന്നുള്ളത് ഭയങ്കര വലിയൊരു ആവശ്യമാണല്ലോ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്. അതെങ്ങനെയായിരുന്നു, എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ട് അപ്പീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഭരതനാട്യം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനില്ല അതൊക്കെ അതിപ്പോ സെറ്റിന്റെ ആണോ പ്രൊഡക്ഷൻ എല്ലാം കൊണ്ടും ഭയങ്കര വേണ്ടി ഞാൻ സുഖിച്ച് ചെയ്ത സിനിമയാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. ഭയങ്കര സുഖമായിരുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമ. ഈ പറയുന്ന ഞാൻ മുമ്പ് ചെയ്തിരുന്ന ഷോർട്ട് ഫിലിംസും വെബ് സീരീസും ചെയ്യുമ്പോൾ ടെൻഷൻ പോലും എനിക്ക് ഭരതനാട്യത്തിൽ കിട്ടിയിട്ടില്ല. മോഹിനിയാട്ടത്തിൽ സ്വിച്ച് ചെയ്തിട്ടില്ല. കാരണം മോഹിനിയാട്ടത്തിൽ അതിനായിട്ടുള്ള വലിപ്പമുണ്ട്, സിനിമയ്ക്ക് ആർട്ടിസ്റ്റുകൾ കൂടുന്നു, അപ്പോൾ ഒരുപാട് ഷഫ്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തല പുകഞ്ഞിട്ട് ഇരുന്നിട്ടുള്ളത് ഇവരായിരുന്നു ഫാമിലി തിരിച്ചെത്തി എന്നുള്ള എന്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ മോഹിനിയാട്ടത്തിലൂടെ തല പുകഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ അധികം പണിയെടുത്തിട്ടുള്ള മോഹിനിയാട്ടത്തിനാണ്. ഭരതനാട്യം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സുഖമായിട്ട് ചെയ്ത് സ്മൂത്തായിട്ട് ചെയ്ത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് മോഹിനിയാട്ടത്തിലേക്ക് കൈവെക്കാം എന്നൊരു സന്തോഷം വന്നത്. തീർച്ചയായും അത് നമുക്ക് നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സിനെ കൊണ്ട് വേറൊരു പരിപാടി ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കൗതുകം ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ആസ് എ ഡയറക്ടർ ഏറ്റവും കൂടുതൽ ഒരു ദേഷ്യം തോന്നിയ സീൻ അല്ലെങ്കിൽ പിടുത്തിട്ട് ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുള്ളത് പറയാനുണ്ടാവോ? അല്ല അത് അതിന് പറഞ്ഞതൊക്കെ വർക്കാവുക. കാരണം നമ്മളൊക്കെ ഒരു സ്റ്റേജിങ് മനസ്സിലുണ്ടാവില്ല, എങ്ങനെയാണ് ആർട്ടിസ്റ്റ് നിൽക്കേണ്ടത് ഇരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി സെറ്റ് ചെയ്ത് തലേ ദിവസം രാത്രിയൊക്കെ ആയിരിക്കും സീൻ മാറുന്നുണ്ടാവുക. അവരെ വിളകൾ ഇതിൻ്റെ വിലകളല്ല എന്നൊക്കെ പറയുമ്പോൾ സീനെ മാറിപ്പോൾ വേറെ ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത സംഭവം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഉടനടി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ ആ പറഞ്ഞ സൗകര്യം കൊണ്ട് അന്നത്തേക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല അപ്പൊ അങ്ങനെ ഉള്ള അത് സർവ്വസാധാരണമാണ്, അത് സിനിമകളിലുണ്ട്. അത് കോംപ്രമൈസ് അന്നേരത്ത് നമുക്ക് പോകുന്നതൊരു മുഷിപ്പ് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു ഷോർട്ട് സീൻ എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് റിഗ്രറ്റ് ചെയ്യുന്ന ഇപ്പം ആലോചിച്ചാലും നമുക്ക് വിഷമമൊന്നും പോയിട്ടൊന്നുമില്ല. സാറ്റിസ്ഫൈഡ് ആണ്. അതെ.
ചേച്ചിയോട് ചോദിക്കാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ മൈക്കിന്റെ പിറകിലുള്ള എന്താ രീതിയാണോ നല്ലത്, അതോ ക്യാമറയ്ക്ക് മുന്നിലുള്ളതാണോ നല്ലത്? രണ്ടും നല്ലതന്നെ. അതായത് ഇത്രയും കാലം മൈക്കിന്റെ പുറകിൽ നിന്ന് ഒരു വിധത്തിൽ അതൊരു അഭിനയം തന്നെയാണ്. ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വന്നപ്പം ഒരു അതിന് ഇന്നത് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഓൺ സ്പോട്ട് നമ്മൾ റിയാക്ഷൻ ആക്ഷൻ ഒക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഉള്ള അഭിനയമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് നിന്ന് ഒരു കോമ്പിനേഷനിലൊക്കെ അഭിനയിക്കുമ്പം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. രണ്ടും നല്ലത് തന്നെയാണ്. ഭരതനാട്യത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിലേക്ക് മകനായ ശശിധരൻ നായർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കുറച്ചുകൂടെ ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ട് ആ മകന്. പക്ഷെ എന്നാലും അത് എങ്ങനെ അത് എല്ലാം കൈകാര്യം ചെയ്ത് ആ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം വളരെ നന്മയുള്ള മനുഷ്യനായിട്ട് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശശിധരൻ നായരോടാണ് ചോദ്യം. നീ എന്താ പറയാ, രണ്ട് അമ്മമാരായിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? നല്ല സുഖമാണ്, വലിയ കുഴപ്പമില്ല. ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ശശിധരൻ എന്ന് പറഞ്ഞാൽ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അയാളുടെ അമ്മ, അച്ഛൻ, പെങ്ങള്, അനിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ നോട്ടി പോവാണ്. അപ്പോഴാണ് വേറൊരു ഫാമിലിയും കൂടെ ഇപ്പം ബോണസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ ബോണസും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ഉത്തരവാദിത്വം ഇപ്പം ശശിധരനെ മാറിയിരിക്കുകയാണ്. അപ്പം അതേ ആ ക്യാരക്ടറിന്റെ അതേ ക്യാരക്ടറൈസേഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും. അയാള് ഫാമിലിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു. ഒരു നമ്മുടെ പടത്തിന്റെ ബഡ്ജറ്റ് ഇപ്പം 3 മടങ്ങ് കൂടിയിട്ടുണ്ട്. ഭരതനാട്യത്തിനേക്കാൾ 3 മടങ്ങ് കൂടുതലാണ് നമ്മുടെ മോഹിനിയാട്ടം. അപ്പൊ അത് കൂടിയ പോലെ 3 മടങ്ങ് കോൺഫ്ലിക്റ്റിന്റെ വലുപ്പവും 3 മടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ശശിധരൻ നായരുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ 3 മടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പം ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് ശശിധരൻ നായരുടെ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുക. അത് അഭിനയിക്കുന്ന ആക്ടറായ സൈജു കുറുപ്പിന്റെ ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സും ടെൻഷനും കൂടുന്നുണ്ട്. അതാ സൈച്ചേട്ടനാണെങ്കിൽ ഡബിൾ ടെൻഷൻ ആണല്ലോ. ആസ് എ ആക്ടർമാരും ആസ് എ പ്രൊഡ്യൂസറും ഭയങ്കര കേപ്പബിളും എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള തോമസ് തിരുവല്ല എന്ന് പറഞ്ഞ പാർട്ട്ണർ, അദ്ദേഹത്തിന്റെ സ്റ്റാഫും അവരെല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഓൺ ലൊക്കേഷൻ ഞാൻ ആക്ടർ മാത്രമല്ല, എനിക്ക് അവിടെ ബാക്ക് ഓഫ് ദ ക്യാമറ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുവച്ചത് ആ ലൊക്കേഷൻ അന്ന് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ടെൻഷൻ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല, എന്നെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. അത് ഭരതനാട്യത്തിലായാലും ശരി ഒന്നും അറിയിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇവർ സിംഗിൾ ഹാൻഡഡ്ലി ഇവർ ഹാൻഡിൽ ചെയ്തു. പിന്നെ നമുക്കിപ്പം ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പോൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഇപ്പം നമ്മുടെ ആ സമയത്ത് നമ്മൾ കുറച്ചൊരു അപ്ഡേറ്റഡ് ആണ്. ഞാൻ എൻ്റെ ജോലി നടക്കുന്നുണ്ട്, പേരലായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട് വേറെ സിനിമയിൽ. പക്ഷെ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയുന്നത് ആ സമയത്ത് ഒരു പ്രശ്നങ്ങളും സന്തോഷ വാർത്തകളൊക്കെ നമുക്ക് പറയും. ആരെങ്കിലും ഒരാൾ നമ്മുടെ OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇഷ്ടംപോലെ പരിചയക്കാരുണ്ടല്ലോ, അതിലാരെങ്കിലും നമ്മുടെ പടത്തിനെ പറ്റി ചോദിക്കുക, പൊതുവെ ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അവർ വെൽ അപ്ഡേറ്റഡ് ആണെന്നുള്ളൊരു സാധനം. അപ്പോൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതങ്ങനെ കുറച്ച് ഹാപ്പി ആവുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാവുന്നു, അതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവും. പക്ഷേ ബാക്കി ഒരു പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല, ഭരതനാട്യത്തിലായാലും മോഹിനിയാട്ടത്തിലായാലും. ഇൻഫാക്ട് ഞാനിത് മറന്നുപോകും. തോമസേട്ടൻ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നത് 1-2 ദിവസം കഴിഞ്ഞതിൻ്റെ അകത്ത് തോമസേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം തോമസേട്ടൻ ആകെ 2-3 ദിവസം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ ആൾക്കാരുണ്ട്, അവരത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ആക്ച്വലി 2 പ്രൊഡ്യൂസേഴ്സും ഇല്ലായിരുന്നു ലൊക്കേഷനിൽ. ഞാൻ ആക്ടറാണല്ലോ. അതെ, തോമസേട്ടൻ ദുബായില്. അത് പ്രൊഡ്യൂസേഴ്സ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലീഫായിട്ട് കാര്യങ്ങൾ നടന്നത് കുറച്ച് തോമസേട്ടനുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് പേടി തോന്നുന്ന പ്രൊഡ്യൂസർ അല്ല. തോമസേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ പുള്ളിയുടെ തമാശയൊക്കെ ഇട്ട് ഇരിക്കുക. പുള്ളിക്ക് അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. എന്നിട്ടും എന്താ ഈ ലൊക്കേഷനിലേക്ക് മാക്സിമം എത്തപ്പെടാനെന്ന് ഇതുകൊണ്ടോ? അതെനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടോ ഇത്തവണ പോവാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വായിച്ചു അതെ ഇന്റർവ്യൂല്
ഈ പറയുന്ന പോലെ മകൻ ശശിധരൻ നായർ ക്രോണിക് ബാച്ചിലറായിട്ട് നടക്കുകയാണല്ലോ. പിന്നെ കെട്ടിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലേ? അത് മോഹിനി ആരാ? അതെ ഷൂട്ടിംഗ് സെറ്റിലും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് വന്നിട്ടൊക്കെ പണി തന്നിട്ടുള്ളത് ആരാ? ഇല്ല അങ്ങനെ ലേറ്റ് ആയിട്ട് ഞാനത് വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇവരെല്ലാവരും ജോലിയായിട്ട് ഒരുമിച്ച് ആൾക്കാരായതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് സെറ്റിൽ ഇരിക്കാറുണ്ട്, കാണാനൊക്കെ. ഇപ്പൊ നമ്മള് ഇപ്പൊ നന്ദു ചേട്ടനെ കുറിച്ച് വിചാരിക്കുമ്പോ പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളർ, അങ്ങനെ ഒരുപാട് ഷോസ് കോർഡിനേറ്റ് ചെയ്യാതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പലരും പറഞ്ഞത് പുള്ളിക്ക് ആകെ ഫോൺ കോളും തിക്കുന്നതൊക്കെ ആയിരിക്കും ഡേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു അക്ഷരം ഉണ്ടല്ലേ. അപ്പൊ അവനോട് വന്നിരിക്കും, വൈകുന്നേരം തിരിച്ചു പോകും, ഷൂട്ടില്ലെങ്കിലും വന്നിരിക്കും. അവ എല്ലാവരും തന്നെയാവുന്നത്. അപ്പൊ അത് ഇവരെ കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒക്കെ അവിടെ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞ എന്റർടൈൻമെന്റ് ആയിരുന്നു ലൊക്കേഷൻ ഫുള്ള്. ഈ പറഞ്ഞ പോലെ ചിത്രത്തിലേക്ക് വരുമ്പോഴും ടാർ ഹ്യൂമർ ഇത് വരുന്നതെന്നുണ്ടായത്. ബാക്കി എല്ലാവരും അവിടെ ഫണ്ണ് തന്നെ. ഈ പറയുന്ന പോലെ ഈ ട്വിൻസിനെ കണ്ടുപിടിച്ച കാര്യവും ഒക്കെ അതായത് ഇവരല്ലായിരുന്നെങ്കിൽ ആര് ചെക്കത്. കാരണം ഫസ്റ്റ് ഞാൻ ആ മൂവി കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് അത് ഡബിൾ റോൾ ചെയ്യാന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ ആരും ഇവരെ പറ്റി കൂടുതൽ നമ്മൾ അറിയുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു കാസ്റ്റിംഗ് കാര്യങ്ങളിലാണ്? അത് കറക്റ്റ് കാസ്റ്റിംഗ് പറഞ്ഞാൽ നമ്മൾ വേറെ രണ്ടുപേരും വെച്ചിരുന്നത്. അത് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞത് അവര് ഒക്കെ ആയിരുന്നു. അവരങ്ങനെ ആക്ടേഴ്സിനായിരുന്നു. അവർക്ക് ഈ ഏജ് കാറ്റഗറിയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പീസിനെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഭരതനാട്യാണെങ്കിലും പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതിനുള്ളിൽ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന 2 പേരെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അവരിപ്പോൾ സിനിമ പരിപാടി വേറെ ആണെന്നുള്ളത് നമ്മൾ 1 മാസം കഴിഞ്ഞൊക്കെ സുൽഖാൻ ശ്രമം നടത്തി. പക്ഷേ ഷൂട്ട് എടുക്കുന്ന തോറുമ്പോൾ അവരങ്ങോട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അവരും പറഞ്ഞവർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഷോർട്ട് ടൈമിൽ അവരെ മാറ്റി വേറെ ആളുകളെ മൊത്തത്തിൽ എല്ലാവരും കൂടി തിരയാൻ തുടങ്ങി. അപ്പം അങ്ങനെ മുൻപൊരിക്കലും ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ സിനിമ ഡബിന് പോയി തീർച്ചയായിട്ടും ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ സമയത്തുള്ള കണ്ടിട്ടുള്ളതാണ് അനീഷുകാരെ. അങ്ങനെ ഇവരെവിടെ ഉണ്ടെന്നുള്ളത് അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ച് അപ്പോഴും ഗ്രൗണ്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞത്. അവരങ്ങനെ ആക്ടേഴ്സ് അല്ല, അവർ ആ ഒരു സീനിൻ്റെ ക്യാരംസ് കളി അങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് പോയില്ലായിരുന്നു. ചെറിയ ചെറിയ സീനുകൾ സിനിമകളിൽ ചെയ്തിട്ടുള്ളൂ, ഒറ്റ സീൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ വിളിച്ചോണ്ട് പോകുന്നു. നമുക്ക് അധികം സമയം ഉണ്ടാകുന്നില്ല. ഇവരെ കയ്യിൽ കിട്ടേണ്ട പിറ്റത്തെ ദിവസം ഒരു ഷൂട്ട് പറഞ്ഞതാണ്. അത് പിടിച്ച് നമുക്ക് 2 സീൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ വലിയ പേര് ചമ്പലൊന്നാണോ ഒന്നുമില്ല. ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ 2 സീൻ 2 പേർക്ക് കൊടുത്തു. അതിൽ അജയ് ഘോഷിൻ്റെ സീൻ വൃത്തിയായിട്ട് ചെയ്തവരെ അജയ് ഘോഷം കൊടുത്തു, അരുൺ ഘോഷിൻ്റെ സീൻ വൃത്തിയായിട്ട് ചെയ്തവരെ അരുൺ ഘോഷം കൊടുത്ത് ബാക്കി മാറ്റിച്ചിട്ടൊക്കെ ഇറങ്ങി നടപടിയാവും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർ ഭയങ്കര രസമായിട്ട് ചെയ്ത്. ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിർബന്ധമുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സിന്? ഇല്ല, നിർബന്ധമില്ലായിരുന്നു. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അഭിരാമിൻ്റെ ക്യാരക്ടറോ ശ്രുതി സുരേഷിൻ്റെ ക്യാരക്ടറോ ആക്ടേഴ്സിനെ ഞാനാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ മണികണ്ഠൻ ചേട്ടനും സലീം ഹസൻ വക്കീലായിട്ട് അഭിനയിച്ചു. മറ്റേ അതെയോ പിന്നെ വെളിച്ചപ്പാട്. ഇത് രണ്ടും ഞാനാണ് പറഞ്ഞത്. അതായത് പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് ക്യാരക്ടറിന് വേണ്ടിയാണെന്നുള്ളതല്ല. ശ്രുതിയുടെ മാത്രം ഞാൻ പറഞ്ഞു അനിയത്തിൻ്റെ ക്യാരക്ടറിന് കറക്റ്റ് ആയിരിക്കും. അഭിരാമും മണികണ്ഠൻ ചേട്ടനും സലീം ഹസനും ഇവരൊക്കെ നല്ല ആക്ടേഴ്സാണ്. അവരെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവരാണ് പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ സുരാജിൻ്റെ നമ്മൾ സുരാജിന്റെ തോമസേട്ടാണ് സുരാജ് കറക്റ്റ് ആയിരിക്കും. അപ്പോഴാണ് നോക്ക് വൈസ് അങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്. അതായിരുന്നു ആ രീതിയിൽ. അതായത് നിർബന്ധമില്ല, ഇങ്ങനെ സജഷൻസ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. ഇതിന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്ന 2 ആർട്ടിസ്റ്റാണ് കലാരഞ്ജി ചേച്ചിയും നന്ദപൂർവോട്. അഫ്കോഴ്സ് ഞാനും. അപ്പോ ഞാനല്ലാണ്ട് ഇവർ 2 പേരും എങ്ങനെയെങ്കിലും ഇവർ തന്നെ വേണം എന്നുള്ളൊരിത്. അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോറി പിച്ച് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഞാൻ ഭരതനാട്യത്തിൻ്റെ കാര്യം പറയുകയാണ്. പക്ഷേ കലാരഞ്ജി ചേച്ചിയും ഞാനും നന്ദു ചേട്ടനും ഞങ്ങളല്ലാത്ത ബാക്കിയെല്ലാം ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മാറിയിട്ടാണ് പിന്നെ ഇപ്പം ചെയ്തിരിക്കുന്ന ആക്ടേഴ്സൊക്കെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് വേറെ ചിലരായിരുന്നു. പക്ഷേ അവരൊക്കെ മാറി. ചിലവർക്ക് ഇപ്പോൾ ഡേറ്റ്സിൻ്റെ ഇഷ്യൂവും അങ്ങനെയൊക്കെയുള്ള ഇത് കാരണം മാറി. അതെ, അങ്ങനെയാണ്. ഇപ്പോൾ ഇവൻ സായിച്ചേട്ടൻ്റെ ക്യാരക്ടറിലും വേറെ ഒരു ആക്ടറായിരുന്നു ഇപ്പം വിചാരിച്ചത് മനസ്സിൽ. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തിരക്കുണ്ടായിരുന്നു സായിച്ചേട്ടൻ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം ആക്ടാണ്. അതൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ,
ഇൻഫാക്ട് ട്വിൻസ് നമ്മൾ പുതുമുകൾ തന്നെ നോക്കിയത്. വെച്ചാൽ ഈ പറഞ്ഞ പോലെ അഭിനയം അറിയണം, 21 തൊട്ട് 25 വയസ്സ് പ്രായമേ ഉണ്ടാവുള്ളൂ അല്ലേ, Twins ആയിരിക്കണം. ട്വിൻസും ആയിരിക്കണം, അത് ഐഡന്റിക്കൽ ട്വിൻസ് ആയിരിക്കണം. ഇതെല്ലാം കൂടെ കിട്ടണമെന്ന് പറഞ്ഞാൽ കുറെ ട്വിൻസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ദാസൻ ഒന്ന് കടന്ന് ഗസ്റ്റ് അപ്പിയറൻസ് നടത്തി പോയി. ആരെങ്കിലും കിട്ടുമെന്ന് കേട്ടോ, ആരെയും കിട്ടിയോ? ഒരിടയ്ക്ക് ട്വിൻസിനെ നീ ശശിധരന്റെയും ചേട്ടനാക്കേണ്ട വരുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രായം ഒന്നിനെങ്കിൽ വളരെ കുഞ്ഞു കുട്ടികളായിരിക്കും കിട്ടുന്നത്, അതല്ലെങ്കിൽ 40+ ഏജുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. കുഞ്ഞു കുട്ടികൾ എന്തായാലും പറ്റില്ല. പിന്നെ ഓക്കെ താഴെ അനിയൻ എന്നുള്ളതിന് പകരം മൂത്ത ചേട്ടന് അങ്ങനെ പോകേണ്ട വരുമോ എന്നുള്ളത് ഒരു ദിവസം ആലോചിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവസാനം അവരിലോട്ട് എത്തിയത്. അല്ല, അപ്പൊ അതുപോലും ആദ്യം കാസ്റ്റ് ചെയ്ത ആൾക്കാരല്ല പിന്നെ അഭിനയിച്ചത്, അതെ പറയുന്നു. അതുപോലും മാറി. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ ആദ്യം തൊട്ടേ. പിന്നെ ഒരു കഥാപാത്രം പ്രസാദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അതും ഇവന്റെ മനസ്സിലുണ്ട് തന്നെ അത് തന്നെ അഭിനയിച്ചത്, അത് മാറ്റിയില്ല അവൻ. അങ്ങനെ ഞാൻ അഭിനയിച്ചേ. ഞാൻ ആലോചിച്ചു ആരാ പ്രസാദ്. ഓക്കെ. അതുപോലെ തന്നെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൃശ്യത്തിന്റെ റെഫറൻസ് കാണുന്നുണ്ട്. അത് കൂട്ടത്തില് ഞാൻ ആദ്യം പറഞ്ഞ ദൃശ്യം 3 റിലീസിനൊപ്പം ഇപ്പം ദൃശ്യം 2 റിലീസിനൊപ്പം നമ്മുടെ സിനിമയും കൂടെ വരികയാണ്. എന്താണ് പറയാനുള്ളത്? ഈ റെഫറൻസ് കുറെ അധികം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ട്രെയിലർ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും പറഞ്ഞായിരുന്നു ഇത് ദൃശ്യത്തിന്റെ സ്കൂഫാണെന്ന്. ഇറ്റ്സ് നോട്ട് എ സ്കൂഫ്. നമ്മുടെ എൻറ്റയർലി ഡിഫറെൻറ്റ് കഥയാണ്. ഇത് അതിൻ്റെ അകത്ത് ദൃശ്യം 4 വല്ലതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൃശ്യം 4ന്റെ എന്തെങ്കിലും ഞങ്ങൾ ചൂണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ, അത് ഇട്ടിട്ടില്ല എന്നുള്ള മനസ്സിലേക്ക് കാണുമല്ലോ. എന്തായാലും ഇപ്പൊ ഇതുവരെയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ട്രെയിലർ വന്നിട്ട്. ഇതെല്ലാം clear ആണ്. അതെ. സോ അത് ട്രെയിലറിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതല്ല, അത് സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ അത് ട്രെയിലറിൽ വന്നപ്പം സിനിമ മൊത്തം ഇനിയിപ്പോൾ ഇതാണോ എന്നുള്ളൊരു തോന്നൽ വരും. അത് ശരിയാണ്. പിന്നെ നമുക്ക് ട്രെയിലർ സിനിമയുടെ ഒരു പാർട്ടാണല്ലോ. അതായത് നമ്മൾ ഈ 2 മണിക്കൂറിന്റെ സിനിമയുടെ സാധനം നമ്മൾ 2 മിനിറ്റിലാണ് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നതും അതിനൊരു നറേഷൻ സെറ്റ് ചെയ്യണമല്ലോ, അതെ. അത് പിടിച്ച് ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഒരുപാട് ഇട്ടാരും തെറ്റിദ്ധരിക്കേട്ടാ. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്തു നമ്മുടെ ട്രെയിലറിന്. അതെ അതെ. ഒരുപാട് അപ്രിസിയേഷൻ. അത് ലിൻഡോ ആയിരുന്നു ചെയ്തത്. ലിൻഡോ പെരിയർ. ലിൻഡോന്റെ ട്രെയിലർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമയെ. ഇപ്പൊ കുറെ ആളുകളിലോട്ട് എത്തി എന്നുള്ളതും കുറെ ആളുടെ അറ്റൻഷൻ നമുക്കിപ്പോ ഇതിൽ കിട്ടിയത് വലിയൊരു പാർട്ട് ചെയ്തിട്ടുള്ളത് ലിൻഡോന്റെ ട്രെയിലറാണ്. അതില് ഈ ട്രെയിലറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ചേട്ടനില്ലേ, അതായത് പോടാ വഴിയോ അത് ഭയങ്കരമായിട്ട് ഞാൻ നോക്കുമ്പോൾ ട്രെയിലറിന്റെ താഴേക്ക് ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട്. അത് കറക്റ്റ് ആയിട്ട്, അതായത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന തരത്തിലാണ് ഓരോ സീനും കൊണ്ടൊന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത മാത്രമാണ് ദൃശ്യമായിട്ട്. നന്ദു സ്ഥിരമായിട്ടൊരു വഴിപോക്കനായതുകൊണ്ടാണ് അത് ആളുകൾ അങ്ങനെ ചെയ്തത്. അല്ല, നമ്മള് പൊതുവെ എങ്ങനെയാണല്ലോ, ചിലര് മറ്റേ പറയാറുണ്ടല്ലോ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് മാറ്റമില്ല എന്ന് പറയുന്നത് എന്നോട് കറക്റ്റായിട്ട് അത് പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ തന്ന ഏതെങ്കിലും മൊമെന്റോ കാര്യങ്ങളോ ഉണ്ടോ മോഹിനിയാട്ടത്തിൽ വരുമ്പോ? ടെൻഷൻ തന്നത് നമുക്ക് ലൊക്കേഷൻ അധികം ടെൻഷൻ തന്നൊരു കാര്യം അത് കിട്ടുക എന്നത്. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പാട്ട് ഇറക്കിയേക്കാം, അതിൽ കണ്ടാൽ മനസ്സിലാവും ഓപ്പോസിറ്റ് വീടുണ്ട്. അപ്പോൾ ബേബീസ് ചെയ്യുന്ന ക്യാരക്ടറുടെ വീട് ഈ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. അത് അങ്ങനെ തന്നെ വേണം. അത് ഈ വീടിൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം, ഓപ്പോസിറ്റുള്ള ബേബീസിൻ്റെ വീടിൻ്റെ ലുക്ക് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ അത്തരം ഇത് സ്ക്രിപ്റ്റിന് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അത് തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു അമ്പലം അതൊക്കെ ഉള്ളതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ബുദ്ധിമുട്ടുണ്ട്. ആ ലൊക്കേഷനുകൾ ഫൈൻഡേഴ്സ് ആവാതെ വന്നപ്പോൾ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ ഉണ്ട്. ഈ പറഞ്ഞ സൈമാസേട്ട വീണ്ടും എൻട്രി വല്ലതും ഉണ്ടോ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കണോ? ഭരതൻ നായർ അല്ല, നമ്മള് പറയല്ലേ, അദ്ദേഹത്തിന്റെ കഥാപാത്രം മരിച്ചുപോയല്ലോ ഭരതനാട്യത്തില്. അപ്പൊ ഇതിൻ്റെ അകത്ത് നാച്ചുറലി അതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഇതിപ്പോ ഒരു വേറെ സിനിമയായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ വന്നില്ല. പക്ഷെ ഇത് അതിന്റെ കണ്ടിന്യൂഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂഷൻ പിടിക്കേണ്ടതും, എന്നാലേ ഈ കഥ മുമ്പോട്ട് പോവുള്ളൂ. സോ അതുകൊണ്ട് അദ്ദേഹമില്ല. അതെ. പക്ഷെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന അതെ. സംഭവങ്ങളാണ് ഈ പറയുന്ന പ്രശ്നത്തിന്റെ ആണിമുള്ളി തന്നെയാണ് ഭരതൻ നായർ തന്നെയാണ് ഇവിടെയും വള്ളി. പുള്ളി ആരും മറക്കില്ല. അതെ, അതായത് മരിച്ചു പോയിട്ടും ചെയ്തു വെച്ചതൊന്നും തീർന്നിട്ടില്ല എന്നുള്ളത്. അതെ അതെ, പുള്ളി എല്ലാവരും ഓർക്കും എപ്പോഴും.
അതായത് ഭരതനാട്യത്തിന്റെ അതായത് രണ്ടും ഈ പറയുന്ന പോലെ നൃത്തങ്ങളാണല്ലോ. അതെ, അപ്പൊ അതിന്റെ എഫക്ട് എന്തായാലും മോഹിനിയാട്ടത്തിലും വരും എന്നുള്ള രീതിയില്. ഈ ട്വിൻസിനെ കാണുമ്പോൾ തന്നെ ഓർക്കുമല്ലോ. അതെ, ഞാനൊരു ഒരു റീല് അതായത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ റീല് കണ്ടു. ഇതിട്ട് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ അത്തരത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു. ടെൻഷൻ എന്തിന്റെയൊക്കെ കാര്യത്തിനാണുള്ളത് ഡയറക്ടർ തന്നെ തുടങ്ങിയപ്പോ? അല്ലത് തിയേറ്ററിൽ ഞങ്ങളുടെ ആദ്യത്തെ ടെൻഷനും വിഷമവും ഒക്കെ തിയേറ്ററിൽ വർക്കായി കയറുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ OTT സക്സസ് ആയപ്പോൾ രണ്ടാമത് ഇറങ്ങി തിരിച്ചത് അതിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ OTT ഇറങ്ങി എല്ലാവരും സിനിമ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാത്തൊരു വലിയ വിഷമമുണ്ട് എന്നുള്ളത്. അവർ തമാശയ്ക്ക് പറഞ്ഞിട്ടാണോന്ന് അറിയില്ല. ഞങ്ങളെന്തെങ്കിലും കാര്യമാക്കി എടുത്തൊരു ആവേശപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് തിരിച്ചു വരൂലേ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷെ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തിയേറ്റർ റിലീസ് തന്നെയാണ് നമ്മുടെ ഒരു ടെൻഷൻ. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൽ വളരെ ഹാപ്പിയാണ്. അത് അന്നും ഹാപ്പി ആയിരുന്നു, ഇന്ന് ഇതിലും നമ്മൾ വളരെ ഹാപ്പിയാണ്. വരട്ടെ. അതായത് ഭരതനാട്യത്തിൽ സംഭവിക്കാൻ നിങ്ങൾ സംഭവിച്ചിരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കുറെ ഡ്രോബാക്കുകൾ കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ്ലി തിരുത്തിക്കൊണ്ടാണ് മോഹിനിയാട്ടം വരുന്നത്. Yes. അതുകൊണ്ട് തന്നെ അത്രയധികം കോൺഫിഡൻസും ഉണ്ട്. അതുപോലെ ചേച്ചിക്ക് നമ്മുടെ മലയാള സിനിമയിലുള്ള അഭിനയവും ബാക്കിയുള്ള ലാംഗ്വേജിലുള്ള അഭിനയം തമ്മിൽ എന്താ ഡിഫറൻസ് തോന്നിയോ? ഭരതനാട്യത്തിലെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു. ഭരതനാട്യം അങ്ങനെയാണ്. മലയാളവും തമിഴും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ വിധത്തിലുള്ള വ്യത്യാസമാണ്. മലയാളത്തിൽ വളരെ സട്ടിലായിട്ട് നമ്മൾ വളരെ നാച്ചുറലായിട്ട് ആണ് പ്രസന്റ് ചെയ്യുന്നത്. തമിഴില് അതിനേക്കാളും കുറച്ചുകൂടെ മേലെയാണ്. ഈവൻ ഡയലോഗ് പ്രസന്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്ന ഭാവം കാണിക്കുന്നതിലാണെങ്കിലും ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സെറ്റോ കാര്യമൊക്കെ അത് വേറൊരു ഇതാണ്. ഇത് നമ്മളെ ഹോംലി ഫീലാണ് ഇവിടെ ഭരതനാട്യം മോഹിനിയാട്ടം സെറ്റ്. അവിടെ കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ സൈഡിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു നീക്കമാണ്. അതെ, അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. അതെ. ഇനിയിപ്പം ഞാൻ അവസാനത്ത് വരുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ഫണ്ണാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പേരുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് കാണിക്കാൻ 3-4 പേരുടെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഒന്ന് നോക്കാം. ഈസിയാതെ തോന്നുന്നു. കാണുമേ എന്താണ് കുറച്ച് ഉത്തരം പറയാൻ അല്ല സൈജു ഇങ്ങനെ ആലോചിക്കാം അത് ആരാണ്. അല്ലല്ല, ഞാൻ അഭിനയിക്കുകയായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം. കാരണം അത് ഞാനല്ലാതെ എനിക്ക് മനസ്സിലായി. നേരെ ആക്ടേഴ്സ് ആവാലോ. അങ്ങനെയുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവര് അത് ഇടയ്ക്ക് കാണിച്ചു തന്നിരുന്നത് അതെ, എനിക്ക് അബദ്ധം പറ്റുമ്പോഴേതാ സുരാജ്. സുരാജ്. കൊള്ളാലോ. ഭയങ്കര സിമ്പിളാണ് ചോദ്യം. അതൊക്കെ എല്ലാവരും ഓക്കെ അല്ലേ? ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ദാസന് ഞാനല്ല. ആക്ടറാണോ? ശരി. ഇനിയുള്ളതും കണ്ടു എന്നോട് ആണെന്ന് വിശ്വസിക്കുന്നത്. അതെ, ഞങ്ങള് കല്യാണ ആൽബം തിരിച്ചും മറിച്ചും കുറെ നോക്കിയിട്ടുള്ളതാണ് ശ്രീജേച്ചിയുടെ. അതിലത്തെ എല്ലാ ഫോട്ടോ എനിക്ക് കാണാൻ പാടാ. അതിന് സായചേട്ടന്റെ തലവെട്ടിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അത് എന്നുവെച്ചാൽ എന്തെങ്കിലും ഒക്കെ ഫണ്ണാക്കണം. നിങ്ങൾക്ക് സഹിച്ചേന്റെയും എനിക്ക് തോന്നുന്നു സുരാജേന്റെയും ഒക്കെ ഫോട്ടോസ് കണ്ടെങ്കിൽ അപ്പൊ തന്നെ കണ്ടുപിടിക്കുന്നത് അറിയണം. പക്ഷെ എനിക്ക് ശ്രീ ചേച്ചിയുടെയും വിനയ് ചേന്റെ ഫോട്ടോയിലാണ് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏറ്റവും എളുപ്പം ചൈൽഡ്ഹുഡല്ലോ, കല്യാണം കിട്ടില്ല. നല്ല ഡിഫറൻസ് ഇല്ലേ? ഫേസ് നല്ല ഡിഫറൻസ് ഇല്ലേ? എനിക്ക് എങ്ങനെയാ തോന്നി? നിങ്ങൾ ചിലപ്പോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, വെഡിങ് ആൽബം കണ്ടിട്ടുണ്ടായില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഞാൻ താമതില്ല. ഓക്കെ, അപ്പോ ഇനി അത് ഞാൻ ഭയങ്കര ഫണ്ണാക്കണമെന്ന് വിചാരിച്ചത് ചീറ്റിപ്പോയി. പറ്റിപ്പോയി പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കുമ്പോ എന്താണ് പ്രേക്ഷകരോടും നമ്മുടെ ചിത്രങ്ങൾ വരുന്നവരോടൊക്കെ പറയാനുള്ളത്? ഒരു നല്ലൊരു എന്റർടൈനിങ് സിനിമയായിരിക്കും ഇത്. ഔട്ട് ആൻഡ് ഔട്ട് ഫൺ. നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. മലയാളികളുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിൽ ഒന്നാണ് വിഷു. വിഷുവിന് ഒരു ഫാമിലി, മലയാളി ഫാമിലി എന്തായാലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു സിനിമ മിനിമം കാണും. അപ്പം അത് ഇപ്പം വിഷുക്കാലത്ത് റിലീസാകുന്ന നമ്മുടെ ഒരു സിനിമ ആയതുകൊണ്ട് നമ്മളിത് ആദ്യമേ ഫെസ്റ്റിവൽ സീസണിൽ തന്നെ റിലീസ് ചെയ്യണമെന്ന് വെച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആയത് കാരണം, ഫണ്ണായത് കാരണം. അപ്പോൾ അങ്ങനെ നമുക്കൊരു വിഷു റിലീസാണ് നമുക്ക് ഏറ്റവും
ആദ്യം വരുന്നത്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ വരുന്ന ഒരു മെയിൻ ഫെസ്റ്റിവൽ വിഷു തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ അത് ഫിക്സ് ചെയ്തു. സോ വിഷു കാലത്ത് ഫാമിലിക്ക്, മലയാളി ഫാമിലീസിന് ഒരു സിനിമ കാണാൻ വേണ്ടി പോയാൽ എന്താണ് അവർക്ക് വേണ്ടത്? എൻ്റർടൈൻമെൻറ്റ് ഏറ്റവും ആൾക്കാർക്ക് ഫാമിലി ക്രൗഡിന് ഇഷ്ടം ചിരിക്കുക എന്നതാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ പ്രായഭേദമന്യേ ഏതൊരാൾക്കും എൻ്റർടൈൻമെൻറ്റ് കിട്ടും. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടില്ല ഫാമിലി ക്രൗഡ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ആൾക്കാരാണ് ഫാമിലി ക്രൗഡ് എന്ന് പറയുന്നത്. ഫാമിലി ക്രൗഡിന് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാവരെയും ഒരേപോലെ ഓൾ ജനറേഷൻസ് എൻ്റർടൈൻ ചെയ്യിക്കും. അത് നമ്മുടെ വാക്കാണ്. അതെ 100% ഷുവർ ആണ്. അതെ, ഡയറക്ടറിന് എന്താ പറഞ്ഞത്? ഇത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മ്യൂസിക്കലി ചെയ്തത് ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മ്യൂസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ തിയേറ്ററിൽ കണ്ടാൽ അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് മിസ് ചെയ്യാതെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഡിസൈൻ ചെയ്തിട്ടുള്ള തിയേറ്ററിനാണ് ഇത്തവണ. കഴിഞ്ഞ തവണ അത് OTT സിനിമ എന്നുള്ളൊരു സ്വഭാവം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഓഡിയൻസ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്തവണ നമ്മളത് മാറ്റിയത് തിയേറ്ററിനായിട്ട് തന്നെയാണ്. ഇതിലത്തെ എല്ലാം തന്നെ ഇപ്പോൾ മ്യൂസിക് ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പല കോൺഫ്ലിക്റ്റിനും കാര്യങ്ങളും എല്ലാം തന്നെ തിയേറ്ററിൽ ഒരു ക്രൗഡിനൊക്കെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെ, ത്രില്ലർ ആയതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര ബ്ലഡ് ഷെഡ് ആയിരിക്കും, വയലൻസ് ആണ്, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് സാധാരണ അങ്ങനെ ഒരു ബ്ലഡ് ഷെഡോ അല്ലെങ്കിൽ വയലൻസ് കാണുന്ന പടം കണ്ടേ ഇറങ്ങുമ്പോൾ ഭയങ്കര ഹെവിനെസ് ആയിരിക്കും, കാണാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഈ പടം അങ്ങനെയല്ല. ത്രില്ലർ ആണെങ്കിലും അകത്ത് അഭിനയിക്കുന്ന ആ ക്യാരക്ടേഴ്സിനാണ് അതിന്റെ ഒരു പ്രഷറും പ്രേക്ഷകർ നല്ല എൻജോയ് ചെയ്ത് തമാശയോടുകൂടി അതെല്ലാം രസിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ആണ് കേട്ടോ. അതെ. മൊത്തത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഡാർക്ക് ഹ്യൂമർ ആണ്. ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മള് അതിനകത്ത് ഇപ്പം ക്രൈം കാണിച്ചാലും ത്രില്ലിംഗ് എലിമെന്റ്സ് കാണിച്ചാലും എന്ത് കാണിച്ചാലും ഇതെല്ലാം നർമ്മത്തിൽ പോകുന്നതാണ്. എല്ലാം ഹ്യൂമർ. പ്രേക്ഷകൻ അത് അതെ, ഹ്യൂമർ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ആൾക്കാര് പേടിച്ചു അതെ, പോകുന്ന അയ്യോ ദൈവമേ കാണാൻ പറ്റുന്നില്ല, ബ്ലഡ് അങ്ങനെ ഇങ്ങനെ അതൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഫാമിലിക്ക് സകുടുംബം ആൾക്കാർക്ക് പോവാം, ചിരിച്ചുകൊണ്ട് കാണാം. അതെ, ചിരി നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യം. അത് ഈവൻ നമ്മളിപ്പോ ക്രൈമാണ് പടത്തിൽ നടന്നത് പോലും നിങ്ങൾ ചിരിക്കുള്ളൂ, പേടിക്കില്ല. അല്ല, നിങ്ങളിപ്പം നമ്മള് പലരെയും നമ്മൾ കാണിച്ചിരുന്നു. നമ്മളെ സിനിമയായിട്ട് അസോസിയേറ്റഡ് അല്ലാത്ത ആൾക്കാർ നമ്മളൊരു കുറച്ചുപേരെ കാണിച്ചായിരുന്നു. ഇപ്പം എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ, ദാസിന് പരിചയമുള്ള, തോമസേട്ടിന് പരിചയമുള്ള കുറച്ച് ആൾക്കാർ, ഫാമിലീസിനെ കൊണ്ടുവന്ന് കാണിച്ചത്. അതെ, കുറച്ച്. ഇപ്പം ഇന്നിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, തരുൺമൂർത്തി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നലെ അദ്ദേഹം വൈഫായിട്ട് ഈ സിനിമ കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടാൽ അതാണ് നമ്മുടെ സിനിമ, അതായിരിക്കും ജനം പറയാൻ പോകുന്നത്. ഞാൻ എന്താ അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിരുന്നു. പക്ഷെ അത് ഇനിയിപ്പം ഞാൻ ഇത് നമ്മൾ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് സ്റ്റോറി ഇടും. പക്ഷേ ഫേസ്ബുക്കിൽ ട്വിറ്ററിലുണ്ട് സെയിംസ് ആണ്. സോ ഹി ഗോട്ട് എൻ്റർടൈൻഡ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ഒരുപാട് ചിരിച്ചു എന്നാണ് പറയുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രേക്ഷകർ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി, കാണാൻ വരും. ഇതായിരിക്കും നിങ്ങൾക്കും അനുഭവം ഉണ്ടാകാൻ പോകുന്നത് ഈ സിനിമ കാണാൻ പോയാൽ. ഓക്കെ, അപ്പം ഞാനും വെയിറ്റ് ചെയ്യാണ് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, ചിരിക്കാൻ. അപ്പോൾ താങ്ക് യു. താങ്ക് യു.